നമസ്കാരം. മീഡിയ കമ്പാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരറിയിപ്പ് ഈ സമയത്ത് വരികയാണ്. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ മുതൽ നമ്മളുടെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിക്കുകയാണ്. സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് നമുക്ക് ജൂലൈ മാസം വിതരണം ചെയ്യേണ്ട ആനുകൂല്യമാണ് വിതരണം ചെയ്യുന്നത്. കുടിശ്ശിക 5 മാസത്തെ ശേഷിക്കുന്നുണ്ട്. 5 മാസത്തെ തുകയെന്ന് പറയുമ്പോൾ വലിയൊരു എമൗണ്ട് തന്നെയുണ്ട്. ഈ തുക പിന്നീട് നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഈ വർഷം 2 ഗഡുക്കൾ, അതായത് 3200 ലഭിക്കും. പിന്നീട് ബാക്കി വരുന്ന 3 കുടിശ്ശിക ഗഡുക്കൾ ലഭിക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷമായിരിക്കും. സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് 900 കോടി രൂപയാണ് ഇപ്പോൾ പെൻഷൻ ജൂലൈ മാസത്തെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. ഇത് സേവന പെൻഷൻ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റാറ്റസിൽ ഇത് ക്രെഡിറ്റ് ആവുമ്പോൾ ഫെബ്രുവരിയിലെ തുകയായിട്ടാണ് ഇത് കണക്കിലെടുക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കണം, നമുക്ക് ജൂലൈ മാസത്തെ ഫണ്ടാണ് ഇപ്പോൾ എത്തിച്ചേരുന്നത്. 900 കോടി രൂപ നമുക്ക് വിതരണം ചെയ്യുമ്പോൾ നമ്മളുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടിലേക്ക് 1600 രൂപ ക്രെഡിറ്റ് ആവും. കേന്ദ്ര സർക്കാരിൻ്റെ തുക കുറഞ്ഞ് ലഭിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് ആ തുകയിൽ ഈ പ്രാവശ്യവും കുറവ് വരും. അത് 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്യും. 1600 ഒരു ഗഡു മാത്രമാണ് ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുള്ളത് തനത് മാസത്തെ. ഈ തുകയാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതും 24-ാം തീയതി മുതൽ തന്നെ. ബാങ്ക് പ്രോസസ്സിംഗ് എല്ലാം പൂർത്തിയാക്കിയ ശേഷം ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറാണ്. ഒരേ സമയത്ത് തന്നെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തി തുടങ്ങും. 24-ാം തീയതി തുക വിതരണം ആരംഭിക്കുമെങ്കിലും അന്ന് തന്നെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് സഹായം എത്തിച്ചേരണമെന്നില്ല. കാരണം പ്രോസസ്സിംഗ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം പൂർത്തിയാക്കിയ ശേഷം 1-2 ദിവസം കൂടി ചിലപ്പോൾ താമസിച്ചേക്കാം. ഇനി സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് മസ്റ്ററിംഗ് ചെയ്തവർക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷത്തെ മസ്റ്ററിംഗ് ഒക്കെ ചെയ്ത് ഇപ്പോഴുള്ള ആളുകൾക്കാണ് ആനുകൂല്യ വിതരണം നടക്കുന്നത്. ഇനി ഈ പ്രാവശ്യവും മസ്റ്ററിംഗ് ചെയ്യണമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ വർഷം മുഴുവനും ആനുകൂല്യം ലഭിക്കാൻ വേണ്ടിയുള്ള മസ്റ്ററിംഗ് അത് ചെയ്യുന്നതിന് വേണ്ടി 1 മാസം കൂടി നമ്മുടെ മുന്നിൽ സമയമുണ്ട്. ഇനി മസ്റ്ററിംഗ് ഇപ്പോൾ ചെയ്തിട്ടുള്ളവർ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സേവനയുടെ സൈറ്റിൽ നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക എന്നാണ്. അതായത് വാർഷിക മസ്റ്ററിംഗ് അല്ലെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സ്ഥാനത്ത് ഇത് സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. ഈ വാർത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കെല്ലാം ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക.